സർ, അതിനർത്ഥം ശ്യാമ അമൃത അവിടെ സേഫ് ആയിരിക്കില്ല എന്നല്ലേ? ചന്ദ്രശേഖര, ഒളിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ച കാര്യങ്ങളൊന്നും ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ ഒരുപാട് കേസുകൾ എന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അയാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി. അതിനുശേഷം അവരെ ഈ കാണിച്ചു കൂട്ടിയല്ല. സർ പ്ലീസ്, മാനസിക സ്ഥിരതയില്ലാത്ത രോഗികൾ എവിടെ ഉള്ളത്? അവരുടെ സ്വസ്ഥത തകർക്കരുതെന്ന് ഇവരോടൊന്ന് പറ. നിങ്ങൾ എല്ലാവരും പുറത്തിറങ്ങും. സർ, ഞങ്ങൾ പറഞ്ഞ കാര്യം സാർ എന്താ സീരിയസ് ആയിട്ട് എടുക്കാത്തത്? ഒരു നാട് മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി ഗായിക ശ്യാമ ഇതിനകത്തുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നേ. എന്താ സാർ ഇത്? എന്തൊക്കെ കഥകളാണ് ഇവർ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ? തെളിവുണ്ട്. എന്റെ അമ്മയുടെ ശബ്ദം ഞാൻ അവിടെ കേട്ടതാ. സർ, ഇവന്റെ പേര് ബിച്ചു. ഇവൻ കുറെ കാലമായിട്ട് ഇവിടെ ചികിത്സയ്ക്കുള്ളതാ. അമ്മയ്ക്ക് എന്റെ അതേ രൂപ. അമ്മയെ ഇവിടെ വെച്ച് കണ്ടെന്ന് ഇവനാ പറഞ്ഞ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന കുഞ്ഞാണോ നിങ്ങളുടെ തെളിവ്? സർ, ഈ കുട്ടി ആദ്യം ഇവിടെ വന്ന ദിവസം ഇത് പറഞ്ഞതാ. ഇല്ലാ കഥകൾ പറയുന്നത് ഇവന്റെ അസുഖത്തിന്റെ ലക്ഷണമാണ്. ഞാൻ ഇതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തതാ. എന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറ സാർ. നിർത്തണോ? എടോ, താനിങ്ങനെ ഒരുപാട് നിഷ്കളങ്കം ചമയാൻ ശ്രമിക്കില്ലേ? താൻ എന്താ കരുതിയത്? നിയമത്തിനെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നോ? എടോ, ഇവിടെ കോടതിയില്ലേ? നിയമങ്ങളില്ലേ? അതെ, കോടതിയും നിയമവും അതിന്റെ മത്സരമൊക്കെ ഹോസ്പിറ്റലിന് പുറത്ത്. ഇതൊരു മാനസിക രോഗ ആശുപത്രിയാണ്. ഇവിടെ രോഗികളുടെ മാനസികാവസ്ഥ പ്രശ്നമാണ്. പുറത്തിറങ്ങല്ലവരും. സാർ എന്തായി കാണിക്കുന്നേ? സാറിന് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാറ് തരേണ്ട. ശ്യാമ മേഡത്തിന് ഞങ്ങൾ കണ്ടുപിടിച്ചോ. നിങ്ങളോട് പുറത്തിറങ്ങാൻ സാറേ, പുറത്തിറങ്ങണ പിടിച്ച് പുറത്താക്കന്മാരെ. ഇറങ്ങാനല്ലേ പറഞ്ഞേ? നടക്കാൻ ഇങ്ങോട്ട് നടക്കാൻ വാ. ഇങ്ങോട്ട് സർ, എന്റെ അമ്മ ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഞങ്ങളെ പുറത്താക്കിയാലും ഞങ്ങൾ തിരിച്ചു വന്നിരിക്കും. വേട്ടോ, അവന്മാര് കുഴപ്പക്കാരാണല്ലോ. ഇതിനുള്ള തിരിച്ചടി ഞാൻ കൊടുത്തോളാം സാറേ. ഇനി നമ്മളോട് ഒന്നും പ്രയോജനമില്ല വരും. ഇതിപ്പോ ഹോസ്പിറ്റലിൽ ആക്രമിച്ച് കയറിയതിന്റെ പേരിൽ നമുക്കെതിരെ കേസ് വരെ എടുക്കാൻ സാധ്യതയുണ്ട്. രാധിക, തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. പോകുന്നത് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാ. വാ. ഹലോ സർ. തന്റെ രണ്ട് കക്ഷികൾ ഇവിടെ വന്ന് ചാടിയതിനു ശേഷം എന്റെ ഹോസ്പിറ്റലിൽ സംഭവ പരമ്പരകളാണല്ലോ മിസ്റ്റർ ചന്ദ്രശേഖരൻ. എന്തു പറ്റി സർ?
സർ അതിനർത്ഥം ശ്യാമ അമൃത അവിടെ സേഫ് ആയിരിക്കില്ല എന്നല്ലേ? ചന്ദ്രശേഖര, ഒളിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ച കാര്യങ്ങളൊന്നും ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ ഒരുപാട് കേസുകൾ എന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അത് ഞാൻ ഭംഗിയായിട്ട് പരിഹരിച്ചിട്ടുമുണ്ട്. അതിപ്പോ കാത്തു സൂക്ഷിക്കാനായാലും ശരി, കൊന്നു കുഴിച്ചുമൂടാനായാലും ശരി. എടോ, എനിക്ക് പോലീസിനകത്തും പുറത്തും നല്ല സപ്പോർട്ടുണ്ട്. എനിക്കോ എന്റെ സ്ഥാപനത്തിനോ എതിരായി ഒരന്വേഷണവും പെട്ടെന്നുണ്ടാവില്ല. ആർക്കെങ്കിലും മുന്നോട്ട് വരാൻ ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ. അവരെ വേണ്ട രീതിയിൽ ഞാൻ കണ്ടോളാം. ആ സാറ് ധൈര്യം പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. എടോ ചന്ദ്രശേഖര, താൻ ധൈര്യമായിട്ടിരിക്കേ. ശ്യാമയും അമൃതയും എന്റെ ഹോസ്പിറ്റലാണെങ്കിൽ പുറത്തേക്കുള്ള ന്യൂസ് അവർ ഈ ഭൂമിയിൽ തന്നെ ഇല്ലെന്നാണ്. ഓക്കെ, ഞാൻ വിളിക്കാടോ. ഗുഡ് മോർണിംഗ് സർ. സർ, ഞങ്ങൾ ഓഫീസിലേക്ക് വരാനിരുന്നതാ. വിളിച്ചപ്പോൾ സാറ് തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ. ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം വരും? അമ്മ ജീവിച്ചിരിപ്പുണ്ട്. വാട്ട്? അതെ സർ, അവർ രണ്ടുപേരും ജീവനോടെ ഉണ്ട്. എവിടുന്നാ നിങ്ങൾക്ക് ഈ വിവരം ലഭിച്ചത്? ഞങ്ങൾ നേരിട്ടറിഞ്ഞാണ് സർ. എങ്ങനെ? എന്താ മോനെ? അതെ, രാധിക ചേച്ചി പോലെ ഒരു ആന്റി ഇവിടെ ഉണ്ട്.